الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുതിയ അധ്യയന വർഷം നമ്മളിലേക്ക് തുടങ്ങാൻ അധികം ദിവസങ്ങളില്ല. ഏറെ ഗൗരവപ്പെട്ട ചില സന്ദർഭങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ഉള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, +2 പരീക്ഷ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ, ഇവരൊക്കെ ഫലം കാത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പലപ്പോഴും ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുറ്റുവട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായ തലത്തിൽ പലപ്പോഴും പല ആളുകൾക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ലാത്ത വിധം ഉത്ബുദ്ധരാണ്. മക്കളെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് ചേർക്കണം എന്നൊക്കെ അങ്ങനെ ഉത്ബുദ്ധരായവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ
ചില ആളുകളുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ കാണുമ്പോൾ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കുകയും നല്ല പ്ലാനിങ്ങുകളോടുകൂടി കാര്യങ്ങൾ നീക്കുകയും ചെയ്യണമെന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ മികച്ച വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാക്കളുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരിക്കലും അത് മതവിരുദ്ധവുമല്ല. നല്ല രൂപത്തിൽ പഠിക്കുക, നല്ല മാർക്കുകൾ കരസ്ഥമാക്കുക, അതിലൂടെ ഉന്നതമായ ജോലികൾ നേടിയെടുക്കുക, ആ രൂപത്തിൽ ദുനിയാവ് നല്ലതായിരിക്കണം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതിലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിലോ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ ദുനിയാവ് മാത്രം മതി എന്ന നിലപാടാണ് തെറ്റ്. ദുനിയാവ് മാത്രം മതി എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പരലോകം മറന്ന്, ദീൻ മറന്ന്, ആഖിറത്തെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും അധ്വാനവുമാണ് പലപ്പോഴും രക്ഷിതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെ രീതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടരെ കുറിച്ചും ഖുർആനിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ നമുക്ക് സൂറത്തുൽ ബഖറയിലെ 200 പിന്നെ അതിന് തൊട്ടും ശേഷമുള്ള 201 വചനങ്ങളിലൊക്കെ കാണാൻ പറ്റും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നുണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നൽകണേ. ദുനിയാവിലെ വിഭവങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നൽകണേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല പറയാണ് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്ത് നിന്ന് ഒരു ഓഹരി ഉണ്ടാവില്ല. പരലോകത്ത് നിന്നും അവർക്ക് ഒരു ഓഹരിയും ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകം ശൂന്യമായിരിക്കും. ദുനിയാവിൽ പലതും വെട്ടിപ്പിടിച്ചേക്കാം, പലതും നേടിയേക്കാം, പക്ഷെ ആഖിറം അവർക്ക് ശൂന്യമായിരിക്കും. അതിനുശേഷം ചില ആളുകളെ കുറിച്ച് അള്ളാഹു പിന്നെയും പറയുന്നുണ്ട്, വമിൻഹും, അവരിൽ തന്നെയുള്ള ചില ആളുകൾ മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അവരിൽ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, പറയുന്ന ആളുകളുണ്ട്, റബ്ബേ ദുനിയാവിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും ഉണ്ടാകേണ്ടത്. പരലോകത്ത് നല്ലത് കിട്ടണം, ദുനിയാവിൽ നല്ലത് കിട്ടണം, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളിൽ നിന്നും അവർക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും, ഓഹരി ലഭിക്കുകയും ചെയ്യും. അള്ളാഹു വളരെ വേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ വേണം പ്രവർത്തിക്കാൻ എന്ന് അള്ളാഹു ഒരു താക്കീദിന്റെ സ്വരം ആ ഭാഗത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലയോട് നമുക്ക് ദുനിയാവിനെയും ചോദിക്കാം, നമുക്ക് ആഖിറത്തിനെയും ചോദിക്കാം. ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവിൽ നിന്നെല്ലാം വിട്ട് ദുനിയാവിലെ സുഖങ്ങളെല്ലാം ഒഴിവാക്കി ആഖിറം മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമ്മിശ്രമായിരിക്കണം, വസത്തിയായ ഒരു നിലപാടായിരിക്കണം ഒരു മുസ്ലിമിന് വേണ്ടത്. ദുനിയാവിനെയും ആഖിറത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് കഴിയണം. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് തന്റെ മക്കളുടെ വിഷയത്തിൽ പോലും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് പരമമായ ലക്ഷ്യം മക്കളുടെ പരലോക വിജയമായിരിക്കണമെന്ന് എല്ലാ രക്ഷിതാക്കൾക്കും ബോധ്യമുണ്ടാകണം. കഴിഞ്ഞ ആഴ്ചയിൽ മാതാപിതാക്കളോടുള്ള മക്കളുടെ ബാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. തിരിച്ച് മക്കളോട് മാതാപിതാക്കൾക്കുമുണ്ട് ചില കാര്യങ്ങൾ. പ്രത്യേകിച്ചും മക്കളെ കെയർ ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട, അവർക്ക് എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അവർ ജനിച്ചു വളർന്ന് അവർ ഒരു ടീനേജ് പ്രായം കഴിയുന്നത് വരെയുള്ള സമയം ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ വിദ്യാഭ്യാസ സമയമാണ്. ഈ സമയത്ത് നമ്മൾ നൽകേണ്ടത് നൽകിയിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ ലക്ഷ്യം മറന്നു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
അതായത് ഒന്നാമതായിക്കൊണ്ട് പരലോക ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അതില്ലാത്തതിന്റെ കേട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അതില്ലാത്തതിന്റെ ഒരു കേട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണമുണ്ടെന്ന് നമുക്കുടെ മക്കൾക്കറിയാം, നമുക്കെല്ലാം അറിയാം. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് എത്ര മക്കൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒരു പിതാവ് മകനെ ഉപദേശിക്കുന്ന, രക്ഷിതാവിന്റെ ബാധ്യത നിർവഹിക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ പിതാവ് മകനെ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്റെ പൊന്നുമോനെ, മകനെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ആ മകനെ ചേർത്ത് നിർത്തി ആ പിതാവ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. കാര്യങ്ങൾ നീ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയായാലും ശരി, ഒരു കടുകുമണിയോളം, ഒരു ധാന്യമണിയോളം നിസാരമായ ഒരു കാര്യമായാലും ശരി, അത് രഹസ്യമായിരിക്കെ പരസ്യമായിരിക്കെ എങ്ങനെയായാലും അത് ആകാശലോകത്ത് കൊണ്ടുവച്ചാലും ശരി, ഭൂമിയിൽ പാറമടക്കുകൾക്കിടയിൽ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, അള്ളാഹു അത് കൊണ്ടുവരും എന്ന് ആ മകനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഏതൊരു കോണിൽ പോയി നീ ജീവിച്ചാലും, നിന്റെ അടുക്കൽ ആരുമില്ലെങ്കിലും ശരി, നീ ഹോസ്റ്റൽ റൂമുകളിലായാലും ശരി, നീ ബോർഡിങ്ങിൽ പഠിക്കുന്ന ഒരു സാഹചര്യമായാലും ശരി, നിന്റെ ഉമ്മയോ ഉപ്പയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ആരുമില്ലെങ്കിലും ശരി, നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും കാണുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു, അവൻ രേഖപ്പെടുത്തി വെക്കുന്നു എന്ന ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാം. ഒരു മുസ്ലിമായി ജീവിക്കണം എന്ന് നമ്മൾ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. അതായത് എവിടെയായാലും താൻ ഒറ്റയ്ക്കല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തണം. താൻ ഒറ്റയ്ക്കല്ല, എവിടെയായാലും അവൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ പാഠം. അത് ബോധ്യപ്പെട്ടവനാണെങ്കിൽ അവൻ സ്വാഭാവികമായും ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകും. രണ്ട്, ദുനിയാവിൽ അവൻ എങ്ങനെ ആകണമെന്നുള്ള ഒരു കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് നൽകണം. ആഖിറത്തിന്റെ കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അവൻ അവന്റെ വഴിക്ക് പൊക്കോളും, അവൻ ശരിയായിക്കൊള്ളും എന്ന ധാരണയിലല്ല നമ്മൾ പിന്നീട് പോകേണ്ടത്. ദുനിയാവിലാണ് അവൻ ജീവിക്കേണ്ടത്. പരലോകത്തേക്കുള്ള എല്ലാ സമ്പാദ്യവും നേടിയെടുക്കേണ്ട, അവൻ വിഭവങ്ങൾ സംഭരിക്കേണ്ട അവന്റെ ലോകം എന്ന് പറയുന്നത് ദുനിയാവാണ്. ആ ദുനിയാവിൽ അവൻ ജീവിക്കുമ്പോൾ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ അവൻ കഴിയുന്നത് ഭൗതികമായ ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ചും സ്കൂൾ പഠനങ്ങൾ സമയമായിരിക്കും, കോളേജിലായിരിക്കും, ക്യാമ്പസുകളായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ അവൻ വളരുമ്പോ പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുത്തു കൊടുക്കുന്ന അവൻ എന്താണ് പഠിക്കേണ്ടത്. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരും, +2 റിസൾട്ട് വരും. പലപ്പോഴും ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരവസ്ഥ പല രക്ഷിതാക്കൾക്കുമുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പോ MBBS പഠിക്കാൻ പോകണം, എന്റെ മോനും അങ്ങനെ പോട്ടെ, കാശ് കയ്യിലുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിംഗ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളും അങ്ങനെ പോട്ടെ. ഇങ്ങനെ സമൂഹത്തിൽ കഴിവും നിലയും വിലയും ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ മകന്റെ കഴിവ് അതാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളുടെ മക്കളുടെ കഴിവ് എന്താണെന്ന് അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ധാരണയുണ്ടാകും, അല്ലെങ്കിൽ കണ്ടു വളർത്തുന്ന രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകും. അവന് ഒരു കൃത്യമായ കാഴ്ചപ്പാട് ചിലപ്പോൾ ഉണ്ടാകും ചില മക്കൾക്ക്. അതെല്ലാം കൂടി ചേർത്ത് വെച്ചൊരു തീരുമാനമെടുത്ത് നമ്മുടെ മക്കളെ എവിടെയാണ് ആപ്റ്റായിട്ട് ചേർക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോഴാണ്. എവിടെയാണ് എന്റെ മകൻ പഠിക്കേണ്ടത്, എവിടെയാണ് എന്റെ മകൾ പഠിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു തീരുമാനം എടുത്തെന്ത് ചെയ്യണം, നമ്മളുടെ മക്കളെ ഏറ്റവും അനുയോജ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ട് ചേർക്കണം. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും നമ്മളുടെയൊക്കെ മക്കൾ ഇപ്പോ LP തലം 4ാം ക്ലാസ്സാണ്, 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന ആളുകൾ വേറെ സ്കൂളിലേക്ക് മാറിപ്പോകും. UP കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് കയറുന്നവരുണ്ട്.
ഹൈസ്കൂൾ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പിന്നീട് ഡിഗ്രി തലങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവരെല്ലാം അവിടെയാണ്, അതുകൊണ്ട് ഞാനും അവിടെ പോവാൻ ഒരു തീരുമാനമാണ് ഇപ്പൊ കുട്ടികളുടെ. എന്റെ ചങ്കുകളെല്ലാം ഇന്ന സ്ഥാപനത്തിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇങ്ങനെ തീരുമാനമെടുത്ത് ഒരു ഗ്യാങ് ആയി പോകുന്നൊരവസ്ഥ. അതിൽ ഭൂരിഭാഗവും ചിലപ്പോൾ ദീനില്ലാത്തതായിരിക്കും. അവർ പോകുന്ന സംവിധാനമോ സ്ഥാപനമോ ദീനീപരമായിട്ടുള്ള ഒരു ചുറ്റുപാടുള്ള സ്ഥാപനമായിക്കൊള്ളണമെന്നില്ല. ഇത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ചെല്ലുമ്പോ പലപ്പോഴും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യം മറന്ന് അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മുടെ മക്കൾ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ആ വിഷയത്തിൽ ഉണ്ടാകണം. പലപ്പോഴും ചില കുട്ടികൾ ഇത്തരം ക്യാമ്പസുകളിലൊക്കെ ചെന്ന് ചേർന്നിട്ട് അവസാനം നിസ്കാരം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു സംവിധാനം ആ ക്യാമ്പസിൽ ഇല്ല. നിസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവൂല. ഒരുപാട് ദൂരം ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പം ഇച്ചിരിയെങ്കിലും ബോധമുള്ളവൻ എന്ത് ചെയ്യത്തുള്ളൂ, അല്പം റിസ്ക് എടുത്ത് പോകത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതിനെ ഗവൺമെന്റ് അടിക്കും. അങ്ങനെ നിസ്കാരമില്ലാത്തൊരു മക്കളായിട്ട് അവർ ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട സമയത്ത് അവർ വളർന്നു വരുന്നൊരു അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും അവരിൽ പല ചിന്താഗതികളും കടന്നു വരും. അള്ളാഹുമായുള്ള ബന്ധം മുറിയുമ്പോ, ദീനുമായുള്ള ബന്ധം മുറിയുമ്പോ ഇന്ന് അവിടെയാണ് ലിബറലിസം തിരികെ കയറുന്നത്. അവിടെയാണ് ലഹരി ഒരു വലിയ വില്ലനായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈ മക്കൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രേരണയിലേക്ക് എടുത്തു ചാടും. തടയുന്ന ഒരു അവസ്ഥ അവർക്കില്ല. അള്ളാഹിനെ കുറിച്ചൊരു ചിന്തയില്ല, ദീനിനെ കുറിച്ചൊരു ചിന്തയില്ല, മതത്തെ കുറിച്ചൊരു ബോധമില്ല. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. എന്നാൽ തിരിച്ചറിയുന്ന കുട്ടികളുണ്ട്. അവർ ചിലപ്പോ കോളേജിന്റെ മതിൽ ചാടിയിട്ട് പള്ളി പോകുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും, നേരെ തിരിച്ചുണ്ടാവും. പക്ഷെ അത് വളരെ വിരളമായി. അതുകൊണ്ട് നമ്മളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ മതപരമായ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തൊട്ടടുത്ത് നമസ്കരിക്കാനുള്ള സംവിധാനമുണ്ടോ? ദീനീപരമായ ഒരു ചുറ്റുപാടാണോ അവിടെ ഉള്ളത്? അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം, അതൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി അങ്ങനെയായുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വിടണം എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതായത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്റെ മക്കൾ പഠിക്കാൻ പോകേണ്ടത് എന്ന് കൃത്യമായൊരു ബോധം രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്കുണ്ടാകണം. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് നമ്മൾ കൃത്യമായും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ മക്കളായിരിക്കും. ഒന്ന്. രണ്ട്, രക്ഷിതാക്കൾ എന്ന നിലയിൽ നാളെ പരലോകത്ത് ഈ മക്കൾ നമുക്ക് നേരെ തിരിയും. ദുനിയാവിൽ അവർക്ക് എനിക്ക് നന്നായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നില്ല എന്ന് നമ്മളുടെ മക്കൾ നമുക്ക് നേരെ നാളെ പരലോകത്ത് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഒരു ബോധനം, അത് ഏത് പ്രായക്കാരായാലും ശരി, മുതിർന്നവരായാലും ശരി, ചെറുപ്രായത്തിലുള്ളവരായാലും ശരി, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യർ എന്ന ആ ഒരു ജീവിവർഗം അവരുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉത്ബോധനം കിട്ടിയിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? വഴിതെറ്റി പോവും. യാതൊരു സംശയമില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടണം. വെള്ളിയാഴ്ച ജുമുഅ എന്ന ഒരു സംവിധാനം വെച്ചതെന്തിനാ? എല്ലാ ആളുകളും പള്ളിയിലേക്ക് വരണം, ഒരു ഉത്ബോധനം കേൾക്കണം, അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കിയത് എന്തിനാ? അത് കിട്ടേണ്ടതാണ് മനുഷ്യന്റെ മനസ്സിൽ, അവന്റെ ഹൃദയത്തിൽ അത് കിട്ടണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് നമുക്ക്. ഇപ്പൊ CRE പോലെയുള്ള സംവിധാനങ്ങൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുണ്ട്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ക്യാമ്പസുകൾ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അനുയോജ്യമാണെങ്കിൽ അവിടെയാണ് കൊണ്ടെത്തിക്കേണ്ടത്. അതുപോലെ തന്നെ റേഡിയോ, പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുമായി നമ്മുടെ മക്കളുടെ മനസ്സുകളെ ഒന്ന് ഇണക്കണം. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെ പ്രാപ്തരാക്കി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. അനിവാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, ലഹരിയും മറ്റുമൊക്കെ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ആ വിഷയം സൂചിപ്പിച്ചുള്ളത് കൊണ്ട് ആ മേഖലകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത് എന്ന് അത് UP തലം മുതൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം.
UP തലം മുതൽ ഗൗരവത്തിൽ ആ വിഷയം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കറിയാം 5000 10,000 രൂപയും ഒക്കെ കൊടുത്ത് MDMA പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറുപ്പക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കൾക്ക് മതബോധം നൽകണം. ഭൗതികമായി അവൻ പോകുമ്പോൾ അവൻ എങ്ങനെ പോകണമെന്ന ഒരു ബോധവും രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ നമുക്കൊരു കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ദുനിയാവും ആഖിറവും നേടിയെടുക്കുന്ന വിജയികളായി തീരുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ദുനിയാവിലും ആഖിറത്തിലും ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു നിലകൊള്ളുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിൽ പോലും നമ്മൾ ഗൗരവത്തിൽ അതിനെ കാണണമെന്നുള്ളതാണ്. അതോടൊപ്പം മദ്രസ വിദ്യാഭ്യാസം ഒരിക്കലും നമ്മൾ ഒരു 2ാം നമ്പറായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. നമ്മുടെ മക്കളുടെ ദീനീ രംഗത്തുള്ള ഏറ്റവും വലിയൊരു അടിത്തറയാണ് യഥാർത്ഥത്തിൽ മദ്രസ എന്ന് പറയുന്നത്. ആ മദ്രസ സംവിധാനം ഉപയോഗപ്പെടുത്തി കൃത്യമായി കൊണ്ടും നമ്മളുടെ മക്കൾക്ക് ദീൻ പഠിക്കാനുള്ള ഒരു സംവിധാനം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. അതില്ലാത്തടത്ത് നമുക്ക് തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടങ്ങണം. 10 കുട്ടികളായാലും ശരി, 10 കുട്ടികളെ വെച്ച് നമുക്കൊരു മദ്രസ സംവിധാനം തുടങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷമായി ബാധിക്കും. ഇപ്പൊ തന്നെ നമ്മളൊരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ ഉണ്ട്. ഹിഫ്ള് പഠിക്കാൻ പോകുമ്പോൾ അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്തുള്ള ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ 40ഉം 50ഉം ഒക്കെ കുട്ടികൾ പങ്കെടുക്കും. ആ 50 കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ 25 പേരെ ആയിരിക്കും സെലക്ട് ചെയ്തത്. ആ 25 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് എന്താണ്, അവൻ എത്രമാത്രം ദീനി രംഗത്ത് അവൻ എന്ത് പഠിച്ചിട്ടുണ്ടെന്നുള്ള നോക്കും. ഒരു ഖുർആന്റെ പേജ് എടുത്തു കൊടുത്താൽ അവൻ ഓതാൻ അറിയോ? ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് അവന് ബോധമുണ്ടോ? അതൊക്കെ പരിശോധിക്കും. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ പോകണം, മദ്രസയിൽ പോയി പഠിക്കണം. ഇതില്ലാത്ത ഒന്നും അറിയാത്തൊരു കുട്ടി അങ്ങനത്തെ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി ചെന്നാൽ ഒരു പക്ഷേ തള്ളപ്പെടും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് നൽകേണ്ട ദീനീ പഠനം, അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നാളെ പരലോകത്ത് അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്, യാതൊരു സംശയമില്ല. കാരണം ഒരു കൊച്ചു കുഞ്ഞ് അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒന്നാമതായിക്കൊണ്ട് പഠിക്കുന്ന പാഠങ്ങൾ അവന്റെ അവസാനം വരെയും അവൻ അത് ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഫാത്തിഹ പഠിക്കുമ്പോൾ, സൂറത്തുകൾ പഠിക്കുമ്പോൾ, ദീൻ പഠിക്കുമ്പോൾ, അതെല്ലാം അവന്റെ ആദ്യത്തെ പഠനമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംവിധാനം ഒരുക്കി കൊടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്നത് നമുക്ക് വലിയ പരലോകത്ത് വലിയ ഉന്നതികൾ നാളെ പരലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായി ഒരു സംവിധാനത്തോടു കൂടി വ്യവസ്ഥാപിതമായ ഒരു മദ്രസ സംവിധാനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് വിജയിപ്പിക്കാൻ നമ്മളാലാവുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരു അള്ളാഹുവിന്റെ ദീനി രംഗത്ത് ഒരു മാർഗത്തിലേക്ക്, വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് നേടിക്കൊണ്ട് ഒരുവൻ ആ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ സകല ജീവജാലങ്ങളും ഇൽമ നേടുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്.
ആ പ്രാർത്ഥനകളെല്ലാം നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾക്ക് കഴിയും എന്നുള്ളതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും 50,000-വും ലക്ഷങ്ങളും ഫീസ് കൊടുത്ത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ അയക്കുന്നതിൽ നമുക്ക് ഒരു അഭിമാനമാണ് പലർക്കും ഉള്ളത്. ഇന്ന സ്കൂളിലാണ്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അഭിമാനമാണ്. പക്ഷേ മദ്രസയിൽ ഒരു 250 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വലിയ വിഷമാണ്. ഒരു ഫീസ് കൊടുത്ത് പഠിപ്പിക്കുക എന്ന്, മദ്രസയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ചിന്താഗതി. അത് നമ്മൾ മാറ്റണം. അതിന്റെ വലിപ്പവും പ്രാധാന്യവും ശ്രേഷ്ഠതയും എന്താണെന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ദീനാണല്ലോ. നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായ ആ ദീന് അത് നീ നന്നാക്കി തരണേന്നാണ് നമ്മളെ പ്രാർത്ഥനയിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നീടാണ് ദുനിയാവിന്റെ കാര്യം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ദീൻ കൃത്യമായും അവൻ ജനിച്ച് പഠിക്കാനുള്ള ഒരു ശേഷി നേടിയെടുക്കുന്ന ആ സമയത്ത് നമ്മൾ അത്തരം സംവിധാനങ്ങളിൽ കൊണ്ടുചെന്നാക്കിയിട്ടില്ല എങ്കിൽ വളർന്ന് അവൻ 15 വയസ്സായി 17 വയസ്സായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവൻ ചെല്ലുമ്പോ ഈ കാര്യങ്ങളൊന്നും ലഭിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ അവൻ സ്വാഭാവികമായും സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് പോകും. ഇപ്പോഴത്തെ ഒരു ചിന്തയാണ് ഇത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഇത് അതിനെക്കുറിച്ചൊരു കൃത്യമായ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവന്റെയും ആ ചിന്തയിലൂടെ സ്വതന്ത്രവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും കടന്നു പോകും. അതിന്റെയൊക്കെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും കൊണ്ടുപോകാൻ ഒരു പുതിയ തലമുറ ഉണ്ടാവൂല. ആ ഗൗരവം നമ്മൾ മനസ്സിൽ കാണണം. ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം നമ്മൾ നടത്തണം. ആ രൂപത്തിൽ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ നേടിയെടുക്കുന്ന ഹാഫിളായ ഒരു എഞ്ചിനീയർ ഉണ്ടാകട്ടെ, ഹാഫിളത്തായ ഒരു ഡോക്ടർ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു അടിത്തറ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ നമ്മളുടെ മക്കളെ, സന്താനങ്ങളെ കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 1-2 വേദനാജനകമായ ചില വാർത്തകൾ നമ്മുടെ ഈ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ തന്നെ, ഈ നാട്ടിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാവുകയുണ്ടായി. നമ്മുടെ പള്ളിയുമായൊക്കെ വളരെയധികം സഹകരിക്കുന്ന, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഹബീബ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി വിട പറഞ്ഞു പോവുകയുണ്ടായി. നമ്മൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അള്ളാഹു ആ സഹോദരിക്ക് വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയായി കിടന്ന് വിട പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയല്ല. അതും 30-31 വയസ്സ് പ്രായം മാത്രം. ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടേ ഉള്ളൂ, ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ഹൈറായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്, ആ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സഹനവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും ഹൈറായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഈ പള്ളിയിലേക്ക് നമുക്കറിയാം, ഞാൻ വരുന്ന കാലം മുതൽ ഏകദേശം 7-8 വർഷത്തോളമായി നമ്മുടെ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന കാലം മുതലേ ഈ പള്ളിയുമായി വളരെയേറെ ബന്ധം സ്ഥാപിച്ചിരുന്ന, എന്നാൽ അന്നു മുതലേ തന്നെ ശ്വാസതടസ്സവും മറ്റുമൊക്കെയുള്ള ആസ്മയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുന്ന നമ്മുടെ നജീബ് സാഹിബിലേക്ക് കൊച്ചാപ്പ, അദ്ദേഹം അബ്ദുറഹീം സാഹിബ്, അദ്ദേഹം വളരെ പ്രയാസത്തിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്തൊന്നും നമ്മുടെ പള്ളിയിലേക്ക് വരാറില്ല. നമുക്കറിയാം, വന്ന് കയറുമ്പോൾ തന്നെ ശ്വാസം തടസ്സം നേരിട്ട് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം കടന്നു വരാറുള്ളത്. എങ്കിലും ചെറിയൊരു ആരോഗ്യമുണ്ടെങ്കിൽ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നോ അദ്ദേഹം ഇവിടെ എത്തിച്ചേരാറുണ്ട്. പൂർണ്ണമായിട്ട് സംസാരിക്കാൻ പോലും ആ സമയത്ത് അദ്ദേഹത്തിന് കഴിയില്ല നടന്നിങ്ങി എത്തുമ്പോൾ. അത്രയ്ക്കും ഇതിനെ സ്നേഹിച്ച ഒരു സഹോദരനാണ്.
ഒരല്പം പ്രയാസത്തിൽ ഓക്സിജന്റെ സഹായത്തോടു കൂടി അദ്ദേഹം വീട്ടിൽ കഴിയുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിയുന്നവർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു കുറച്ചു കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കട്ടെ. ഏറ്റവും ഹൈറായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പയ്ക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത ഒരു ഉപ്പയാണ് അല്ലാഹു. അതിനുള്ള എല്ലാം അദ്ദേഹത്തിന് അതിനുള്ള പകരമായിക്കൊണ്ട് മുഴുവൻ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ഇവിടെ വന്ന് നമസ്കരിക്കുന്ന, അതിനുവേണ്ടി അദ്ദേഹം കഴിക്കുന്ന ത്യാഗത്തിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന് ഉപ്പയ്ക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പലതരത്തിലുമുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളുടെയും കുടുംബത്തിൽ, മക്കളിൽ, ഇണകളിൽ, ഉമ്മമാരിൽ, ബാപ്പമാരിലൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയും എല്ലാവിധത്തിലുമുള്ള ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ വന്നുപോയിട്ടുള്ള എല്ലാ പാവങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ പ്രവർത്തിച്ച ചെറുതും വലുതുമായ മുഴുവൻ നന്മകളും നീ സ്വാലിഹായ അമലുകളായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹു പ്രത്യേകിച്ചും പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ നിർവഹിച്ച അമലുകൾ നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണമേ റഹ്മാനെ. അവരെ ഞങ്ങളിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പലതരത്തിലുമുള്ള യുദ്ധമുഖങ്ങളിൽ കഴിയുന്നൊരവസ്ഥയുണ്ട്, യുദ്ധം മുന്നിൽ കാണുന്നൊരവസ്ഥയുണ്ട്. ഏറെ പ്രയാസകരമാണ് ആ ഒരു സാഹചര്യം. നമ്മൾ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ, അവരുടെ ഉപജീവന നിലക്ക്, അവരുടെ യാത്രകൾ, അവരുടെ വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമാണ്. നമ്മുടെ രാജ്യവും ആ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ സമാധാനപരമായി ആ കാര്യങ്ങൾ തീർപ്പാകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അല്ലാഹു വർഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന